ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം മഹിതപ്പെടുമാറാകട്ടെ. തിരുവചനത്തെ ധ്യാനിപ്പാൻ കർത്താവ് നമുക്കൊരു പ്രഭാതം കൂടെ ജീവിതത്തിൽ ദാനമായി തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു പ്രശ്നം അവൻ്റെ മനസ്സിലെ ശൂന്യതയാണ്. ജീവിതത്തിലെ ശൂന്യത, വർദ്ധിച്ചു വരുന്ന ശൂന്യമായ ചിന്താഗതി, ശൂന്യമായ ഭാവി, ഫലമില്ലാത്ത ജീവിതം. ഇന്നത്തെ തലമുറകളിലാണ് കൂടുതലും ശൂന്യത വർദ്ധിക്കുന്നത്. നോക്കൂ, ആത്മീക ജീവിതത്തിൽ ശൂന്യത, ഔദ്യോഗിക ജീവിതത്തിൽ ശൂന്യത, കുടുംബ ജീവിതത്തിൽ ശൂന്യത, വിദ്യാഭ്യാസ ജീവിതത്തിൽ ശൂന്യത, സ്നേഹബന്ധത്തിൽ ശൂന്യത. എവിടെ നോക്കിയിരുന്നാലും ഇടപെടുന്നിടത്തൊക്കെയും ശൂന്യത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻക്രീസിങ് ഡിസൊലേഷൻ. ഈ ഡിസൊലേഷൻ എന്ന് പറയുന്ന ഒരു സ്പിരിറ്റായി, ഒരു ആത്മാവായി മനുഷ്യൻ്റെ കൂടെ അങ്ങ് വസിക്കുക. അവൻ അതിൽ നിന്ന് സ്വതന്ത്രനാകുവാൻ ആഗ്രഹമുണ്ട്, പക്ഷെങ്കിൽ പറ്റുന്നില്ല. ഡോക്ടർമാരെ സമീപിക്കുന്നു, മറ്റ് മഹൽ വ്യക്തികളെ സമീപിക്കുന്നു, ഗുരുക്കന്മാരോട് അഭിപ്രായം ചോദിക്കുന്നു എന്ന് വേണ്ട, പല കാര്യങ്ങളിലും അവൻ്റെ ജീവിതത്തിൽ ഈ ശൂന്യതയെ അകറ്റുന്നതിന് വേണ്ടി അവൻ പല ബുദ്ധികളും പ്രയോഗിക്കുന്നു, പക്ഷെങ്കിൽ സാധിക്കുന്നില്ല. തലമുറകൾ ശൂന്യതയ്ക്ക് അടിമയായി പോകുന്നു. മുഴുവനായി ഒരു മനുഷ്യൻ ശൂന്യനായി തീരുമ്പോൾ അവൻ ജീവിതത്തെ വെറുക്കുന്നു. എന്തിനും ജീവിച്ചിട്ട് എന്ത് കാര്യം? ഈ ശൂന്യതയിൽ നിന്ന് വിടുതൽ കിട്ടുന്നില്ലല്ലോ. അങ്ങനെ അവൻ മാനസികമായിട്ട് വലിയൊരു സമ്മർദ്ദാനുഭവത്തിൽ കടന്നു വരുന്നു. എന്നാൽ ശൂന്യത ജീവിതത്തിൽ വർദ്ധിച്ചു വരുന്ന സാഹചര്യം പ്രിയപ്പെട്ട ദൈവമക്കളെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? എപ്പോഴെങ്കിലും ശൂന്യമായ ഒരു ചിന്താഗതിക്ക് നിങ്ങളുടെ ഹൃദയവും നിങ്ങളുടെ മനസ്സും വഴുതി വീഴുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിന് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളോട് സംസാരിക്കുവാനുണ്ട്. തിരുവചനത്തിൽ നിന്നും ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. ദാനിയേൽ പ്രവചനം 11-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യം. അതിങ്ങനെ വായിക്കുന്നു: അവൻ അയച്ച സൈന്യങ്ങൾ അണിനിരന്നു വിശുദ്ധ മന്ദിരമായ കോട്ടയെ അശുദ്ധമാക്കി, നിരന്തര ഹോമം നിർത്തൽ ചെയ്തു, ശൂന്യമാക്കുന്ന മ്ലേച്ഛ ബിംബത്തെ പ്രതിഷ്ഠിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. 5 കാര്യങ്ങളാണ് ശൂന്യതയ്ക്ക് അധിഷ്ഠിതമായി അവിടെ ഗബ്രിയേൽ ദൂതൻ പ്രവാചകനായ ദാനിയേലിനെ വെളിപ്പെടുത്തി കൊടുക്കുന്നത്. സൈന്യങ്ങൾ അണിനിരക്കുന്നു, വിശുദ്ധ മന്ദിരമായ കോട്ടയെ അശുദ്ധമാക്കുന്നു, നിരന്തര ഹോമയാഗം അല്ലെങ്കിൽ ഡെയിലി സാക്രിഫൈസ് നിർത്തലാക്കുന്നു, മ്ലേച്ഛ ബിംബത്തെ അവിടെ പ്രതിഷ്ഠിക്കുന്നു, ശൂന്യത എങ്ങും പരക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രവാചകനായ ദാനിയേലിനോട് ഗബ്രിയേൽ സംസാരിക്കുന്നത് അന്ത്യകാലത്ത് സംഭവിക്കാനിരിക്കുന്നതായ ചില വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയാണെങ്കിലും അത് നമ്മുടെ ദൈനംദിന ജീവിതത്തെ അത് എപ്രകാരം ബാധിക്കുന്ന ഒരു വിഷയമാണെന്നും കൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ എടുത്തു കാണിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ശൂന്യത വരുന്നതിന് മുൻപ് ശത്രുവിൻ്റെ സൈന്യം നമ്മുടെ മുൻപിൽ അണിനിരന്ന് നമുക്ക് സംരക്ഷണം അറിയിക്കും. നമ്പർ 1. നമ്പർ 2, വിശുദ്ധ മന്ദിരമായ കോട്ടയെ അശുദ്ധമാക്കും. എന്താണ് വിശുദ്ധ മന്ദിരമായ കോട്ട? നമ്മുടെ ജീവിതത്തിലെ വിശുദ്ധ മന്ദിരം നമ്മൾ തന്നെയാണ്. അതിനെ അശുദ്ധമാക്കും, അശുദ്ധി കേൾപ്പിക്കും. അശുദ്ധമായ ചിന്താഗതിക്കും, അശുദ്ധമായ പ്രവൃത്തികൾക്കും, അശുദ്ധമായ പ്രതികരണങ്ങൾക്കും, അശുദ്ധമായ കീഴ്വഴക്കങ്ങൾക്കും, അശുദ്ധമായ സംസാരങ്ങൾക്കും നമ്മെ നിർബന്ധിതമാക്കും. അതിനുശേഷം നമ്പർ 3, നിരന്തര ഹോമയാഗം, ഡെയിലി സാക്രിഫൈസ്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ ആരാധിക്കുന്നതായ അല്ലെങ്കിൽ ദിവസവും ദൈവസന്നിധിയിൽ കടന്നു വരുന്നതായ ഒരു നിരന്തര ഹോമയാഗം. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് തിങ്. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു വിഷയം. നമ്മളെ അശുദ്ധമാക്കുവാനും ഇല്ലായ്മ ചെയ്യുവാനും നമുക്കെതിരായി നമ്മോട് പ്രവർത്തിക്കുന്നതായ ശത്രു സൈന്യത്തിൻ്റെ ഒരു ലക്ഷ്യം, അവൻ ഏറ്റവും ഭയപ്പെടുന്നതായ ഒരു വിഷയം നമ്മുടെ നിരന്തര ഹോമയാകും, ഡെയിലി സാക്രിഫൈസ്. നിരന്തരം അല്ലെങ്കിൽ ദിവസവും നമ്മൾ പ്രഭാതത്തിലും പ്രദോഷത്തിലും നമ്മൾ കഴിക്കുന്നതായ പ്രാർത്ഥന, ആ പ്രാർത്ഥന നമുക്ക് വലിയൊരു കോട്ടയാണ്. ഈ പ്രാർത്ഥനയെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് നമ്മെ അകറ്റുമ്പോൾ അവിടെയാണ് അവൻ്റെ ശക്തി വർദ്ധിക്കുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതിനുവേണ്ടി അവൻ നമ്മുടെ മുൻപിൽ അണിനിരന്ന് കാണിക്കും. നമുക്ക് സംരക്ഷണം വാഗ്ദാനം ചെയ്യുന്നു. നമുക്ക്
അല്ലെങ്കിൽ ഭയപ്പെടാതെ നമുക്ക് മുൻപോട്ട് പോകാനുള്ളതായ എന്തൊക്കെയോ ഒരു ധൈര്യം ആ ശത്രു സൈന്യം നമുക്ക് വാഗ്ദാനം ചെയ്യും. അതിൻ്റെ ബലത്തിൽ നമ്മൾ നമ്മളെ തന്നെ അശുദ്ധരാക്കും. അങ്ങനെ നമ്മൾ അശുദ്ധരായി തീർന്നാൽ നമ്മളിൽ നിന്ന് പ്രതിദിന പ്രാർത്ഥനാ സ്വഭാവം നഷ്ടപ്പെടും. ആരാധനയുടെ പ്രാധാന്യം നമ്മളിൽ നിന്ന് അല്പാൽപമായി കുറഞ്ഞു പോകും. ഒരു ദിവസം മുഴുവനായി നമ്മൾ പ്രാർത്ഥിക്കാത്തവരായിട്ട് മാറും. നോക്കൂ, പ്രഭാതത്തിലെ നിരന്തര ഹോമയാഗം അല്ലെങ്കിൽ എല്ലായ്പ്പോഴും പ്രാർത്ഥിക്കുകയും സകലത്തിനു വേണ്ടിയും ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും അതത്രേ ദൈവത്തിന് അല്ലെങ്കിൽ ക്രിസ്തുവേശുവിൽ നമ്മെക്കുറിച്ചുള്ളതായ ദൈവ ഇഷ്ടമെന്ന് അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്യ സഭയോട് പറയുന്നതായ ആ വചനം ഒരു കാലത്ത് നമ്മളിൽ അത് അധിഷ്ഠിതമായിരുന്നു, പ്രാധാന്യമുണ്ടായിരുന്നു. എല്ലാറ്റിനായും സ്തോത്രം ചെയ്യുകയും ഇടപെടാതെ പ്രാർത്ഥിക്കുകയും, ഇതല്ലോ ക്രിസ്തുവേശുവിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവ ഇഷ്ടം. എന്തിനു വേണ്ടിയാണ് അപ്പോസ്തലനായ പൗലോസ് അങ്ങനെ പറഞ്ഞത്? നിരന്തരമായി നാം ദൈവസന്നിധിയിൽ ഒരു പ്രാർത്ഥനാ സ്വഭാവം, രാവിലെ എഴുന്നേൽക്കുമ്പോൾ നാം ദൈവത്തിൻ്റെ വചനത്തെ ധ്യാനിച്ച് നാം പ്രാർത്ഥനയിൽ ദൈവസന്നിധിയിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുമ്പോൾ, നമ്മുടെ വഴികളെ സമർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ധൈര്യം ഉളവാക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഒരു ധൈര്യത്തോടു കൂടെ മുൻപോട്ട് പോകുവാനുള്ളതായ ഒരു പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നു. എന്നാൽ ഈ പ്രത്യാശയിൽ നമ്മളെ അത് അശക്തരാക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാലിന്യത വർദ്ധിക്കുന്നു. അതിനുശേഷം മ്ലേച്ഛ ബിംബത്തെ നമ്മുടെ ഉള്ളിൽ പ്രതിഷ്ഠിക്കുന്നു. പ്ലേസിങ് അബോമിനേഷൻ. യെസ്, ദൈവത്തെ കാണുന്നതിന് പകരം നാം മ്ലേച്ഛ ബിംബത്തെ കാണുന്നു. ദൈവം മ്ലേച്ഛ ബിംബത്തിന് തുല്യരെന്ന് അല്ലെങ്കിൽ ശക്തിയില്ലാത്തവനെന്ന് നമ്മുടെ ഹൃദയത്തിൽ ഒരു ചിന്താഗതി ഉണ്ടാകുന്നു. ആ ചിന്താഗതി ഉണ്ടാകുമ്പോൾ അവിടെ മുതൽ എപ്പോൾ നമ്മൾ ആ ചിന്താഗതിക്ക് അധിഷ്ഠിതരായിത്തീരുന്നോ അപ്പോൾ മുതൽ സ്റ്റാർട്ടിങ് ദ ഡിസൊലേഷൻ, ശൂന്യത നമ്മുടെ ജീവിതത്തിൽ പരന്നു വരുന്നു. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പരക്കുന്നതായ ശൂന്യത അല്പനാളുകൾക്കുള്ളിൽ നമ്മളെ വിഴുങ്ങിക്കളയുന്നതായ ഒരു ശൂന്യതയായി, ഒരു ഡിസൊലേഷൻ സ്പിരിറ്റായി നമ്മെ വിട്ടുമാറാത്ത ഒരു പൈശാചിക രൂപമായി നമ്മളിൽ വ്യാപരിക്കുന്നു. നാം ഇടപെടുന്നിടത്തൊക്കെയും അലോഹ്യം, വാക്കുകൾ പറയുന്നിടത്തൊക്കെയും തെറ്റുകൾ, കുടുംബജീവിതത്തിൽ താളപ്പിഴകൾ, കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ താളപ്പിഴകൾ, മാതാപിതാക്കളുടെ ബന്ധത്തിൽ താളപ്പിഴകൾ, നാം മറ്റുള്ള ശക്തിയിലേക്ക് ആകൃഷ്ടരായി തീർന്നു. അങ്ങനെയാണ് ഒരു മനുഷ്യനിൽ ശൂന്യത വർദ്ധിക്കുന്നത്. നാം അറിഞ്ഞോ അറിയാതെയോ ഈ വക കാര്യങ്ങൾ ദൈവത്തിന് നിരന്തര ഹോമയാഗം കഴിക്കുന്നതായ ഒരു സ്വഭാവത്തിൽ നിന്ന് പ്രഭാതത്തിലും പ്രദോഷത്തിലും നമ്മുടെ വഴികളെ ദൈവത്തിന് ഭരമേൽപ്പിക്കുന്നതായ, ഭാരങ്ങളെ ദൈവത്തിന് ഭരമേൽപ്പിക്കുന്നതായ ആ സ്വഭാവത്തിൽ നിന്ന്, പാരമ്പര്യത്തിൽ നിന്ന്, ആ പതിവിൽ നിന്ന് നമ്മൾ എവിടെയൊക്കെയോ വ്യതിചലിച്ചു. ആ വ്യതിചലിച്ചതായ സന്ദർഭം നോക്കി ശത്രു പെട്ടെന്ന് അവിടെ തൻ്റെ സൈന്യത്തെ അണിനിരക്കുന്നു. അങ്ങനെ ചെയ്തിരുന്നാലും നമുക്ക് കുഴപ്പമില്ല എന്ന് നമുക്ക് വാഗ്ദാനം ചെയ്യുന്നു. ഒരു ദിവസം പ്രാർത്ഥിച്ചില്ലെങ്കിലും, ദൈവത്തെ ആരാധിച്ചില്ലെങ്കിലും, ദൈവത്തിന് സ്തോത്രം ചെയ്തില്ലെങ്കിലും എന്ത് സംഭവിക്കാനാണ് എന്നുള്ളതായ ഒരു ചിന്താഗതി നമ്മളിൽ വർദ്ധിക്കുന്നു. വർദ്ധിച്ചു വന്ന് ഒരു ദിവസം നമ്മൾ ശൂന്യതയ്ക്ക് അടിമകളായി മാറുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ശൂന്യമാക്കുന്ന മ്ലേച്ഛത നമ്മുടെ ജീവിതത്തിൽ വരുന്നത് ഒറ്റ ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല. അല്പാൽപമായി നാം അറിയാതെ നമ്മളിൽ ശൂന്യത വർദ്ധിക്കുന്നു. നാം അറിയാതെ നമ്മളിൽ ദൈവത്തിനുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോകുന്നു. നാം അറിയാതെ ദൈവത്തോട് സംസാരിക്കുന്നതായ ആ പതിവ് സ്വഭാവം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. ആ പ്രത്യാശ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. തിരിച്ചു വരുവാൻ ദൈവം ഈ പ്രഭാതത്തിൽ നമ്മോട് ആജ്ഞാപിക്കുകയാണ്. എങ്ങനെ? ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ. എങ്ങനെ നിന്റെ ശൂന്യതയെ അകറ്റാം? നീ നിരന്തര ഹോമയാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ, ദൈവവുമായിട്ടുള്ള സംസാരത്തിൽ നീ കടന്നു വരുമ്പോൾ, നിന്റെ ആശയങ്ങൾ, ആഗ്രഹങ്ങൾ, ആവശ്യങ്ങൾ, നിന്റെ എല്ലാ കാര്യങ്ങളും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന ഒരു സ്വഭാവം, ദൈവം തരുന്ന വിഷയത്തിന് വേണ്ടി സ്തോത്രം ചെയ്യുന്ന ഒരു അനുഭവം, സകലത്തിനു വേണ്ടിയും സ്തോത്രം ചെയ്യുന്നവൻ, ദോഷമാണെങ്കിലും നന്മയാണെങ്കിലും, ഒരു ദിവസം നിനക്ക് ദോഷമായിട്ടാണ് സംഭവിക്കുന്നതെങ്കിലും അതിനുശേഷം അല്പനാളുകൾക്ക് ശേഷം നീ കണ്ട ദോഷങ്ങൾ നിനക്ക് അനുഗ്രഹമായി മാറും. നീ കണ്ട നഷ്ടങ്ങൾ നിനക്കൊരു വർധനവിലേക്ക് ഉള്ളതായ ഒരു ചുവടുവെപ്പായി ദൈവം ആരംഭിച്ചതാണെന്ന് നിനക്ക് മനസ്സിലാക്കി തരും. ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ, നിരന്തര ഹോമയാഗത്തിലേക്ക് നിന്റെ ജീവിതം റീഎസ്റ്റാബ്ലിഷ് ചെയ്യുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നിന്നോട് ആവശ്യപ്പെടുന്നു. അങ്ങനെ നിനക്ക് ശൂന്യതയിൽ നിന്ന് സമൃദ്ധിയുടെ അനുഭവത്തിലേക്ക്
നിനക്ക് പടി കയറുവാൻ ദൈവം നിന്നെ സഹായിക്കും. ഗോഡ് ബ്ലെസ് യു.